സ്വപ്നത്തിൻ കളിയോടം കിട്ടി. കളിയോടം മെല്ലെ തുഴഞ്ഞു ഞാൻ മറ്റാരും കാണാത്ത കരയിൽ ചെന്നെത്തി. കാണാത്ത കരയിൽ ചെന്നെത്തി. നിദ്ര തന്നീരാഴി നീന്തിക്കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി. വെള്ളാരം കല്ലു പെറുക്കി ഞാനന്നൊരു വെണ്ണക്കൽ കൊട്ടാരം കെട്ടി. ഏഴു നിലയുള്ള വെൺമാടക്കെട്ടിൽ ഞാൻ വേഴാമ്പൽ പോലെയിരുന്നു. രാജകുമാരനെ കാണാൻ നിദ്ര തന്നീരാഴി നീന്തിക്കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി. ഏതോ മരച്ചോട്ടിൽ വീണു വായിക്കുമെ രാജകുമാരനെ കാണാൻ വേഴാമ്പൽ പോലെയിരുന്നു. ചിന്തുന്ന കണ്ണീരിൻ മാറത്തെ മാലയിൽ ചന്ദ്രകാന്തക്കല്ലു ചാർത്തി. ചന്ദ്രകാന്തക്കല്ലു ചാർത്തി. നിദ്ര തന്നീരാഴി നീന്തിക്കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി. കളിയോടം മെല്ലെ തുഴഞ്ഞു ഞാൻ മറ്റാരും കാണാത്ത കരയിൽ ചെന്നെത്തി. കാണാത്ത കരയിൽ ചെന്നെത്തി. കാണാത്ത കരയിൽ ചെന്നെത്തി. ആഹാ, So nice. വെരി നൈസ്. തീയായി ജ്വലിച്ച് താങ്ക് യു സർ. നന്നായിട്ട് പാടി മോളെ. മോടെ ഇനി എന്ത് വേണം? ഒരു ടെൻഷനും ഇല്ല, ഒന്നുമില്ല. നിദ്ര തന്നീരാഴി നീന്തിക്കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി. അങ്ങനെ പാടുമ്പം ഈ കേൾക്കുന്നവർക്കും ഒരു ശാന്തത ഫീൽ ചെയ്യും. അല്ലേ അജു? ഞാൻ പറഞ്ഞ ശരിയല്ലേ? അത് പാടിയപ്പം തീയായിട്ടാണെങ്കിലും മഴയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ശാന്തമായി അതിൽ ആസ്വദിച്ച് ആ ഭാവം എന്ന് പറയുന്നൊന്നും എനിക്ക് പറയാറില്ല. പക്ഷെ കേൾക്കുമ്പോൾ മനസ്സിലാവും. മോൾ ഈസിലി അത് ചെയ്യുന്ന പോലെ തോന്നി. വളരെ ടഫായിട്ടൊരു പാട്ടായിരിക്കാം, എനിക്കറിയില്ല. ആ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ആർക്കും ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഉണ്ടാക്കിയില്ല. താങ്ക് യു സർ. മോൾ ആ പോർഷൻ പാടിക്കേ. വെള്ളാരം കല്ലു പെറുക്കി ഞാനന്നൊരു വെണ്ണക്കൽ കൊട്ടാരം കെട്ടി. ഏഴു നിലയുള്ള വെൺമാടക്കെട്ടിൽ ഞാൻ വേഴാമ്പൽ പോലെയിരുന്നു. രാജകുമാരനെ സാബാഷ് മോളെ, സാബാഷ് സാബാഷ്. ഓ നൈസ്. താങ്ക് യു സർ. വെരി ഗുഡ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു അടിപൊളി പെർഫോമൻസ് ആയിട്ട് അടുത്ത വേദിയിൽ കാണാം. അതുവരേക്കും നന്ദി, വണക്കം. താങ്ക് യു സർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. മക്കൾ ഈ വേഴാമ്പലിനെ കണ്ടിട്ടുണ്ടോ? അല്ല, എക്സ്പ്രഷൻ കൊടുത്ത് മക്കളെ പാടിയല്ലോ വേഴാമ്പലിന്. അപ്പൊ ആ വേഴാമ്പലിനെ പറ്റി എന്തെങ്കിലും അറിയാവോ കുഞ്ഞിന്?
അത്രയൊന്നും അറിയില്ല. ബേർഡ് കുറച്ച് ഏതാണ്ടൊക്കെ അറിയാം, എന്നിട്ട് തന്നെ മോക്ക് അത്ര എക്സ്പ്രഷൻ ഇട്ട് പാടി. അപ്പൊ വേഴാമ്പലിനെ കുറച്ച് അടുത്ത് അറിയാൻ കഴിഞ്ഞാലോ? എക്സ്പ്രഷൻ കൊണ്ട് ഞങ്ങളൊക്കെ എണ്ണീച്ച എംജാറിനൊക്കെ കണ്ടം വഴി ഓടിയ. വേഴാമ്പൽ പോലെ ഇരുന്നു എന്ന് പറയുമ്പോ എന്തരോ ഒരു ഇമ്പൽ. എനിക്ക് കൊറേയൊന്നും അറിയില്ല, കുറച്ചൊക്കെ അറിയാം. അജുവിനെ കുറിച്ച് 2 വാക്ക് പറയാമോ? ഈ സത്യമായിട്ടുള്ള കാര്യം മോക്ക് എന്താണ് അജുവിനെ കാണുന്നത്? നല്ലൊരു ആക്ടറാണ്, പിന്നെ നല്ല കോമഡിയാണ്. നല്ല കോമഡി, വളരെ സീരിയസ് മനുഷ്യനാണ്. അല്ല സിനിമയിലൊക്കെ ഭയങ്കര കോമഡിയാണ്. അല്ല എനിക്ക് കുറെ ഇഷ്ടം അജുവിന്റെ സ്വഭാവവും നല്ല അഭിനയവും. സ്വഭാവമാണ്. അല്ല സ്വഭാവം അത്ര നല്ലതാണെന്ന് ഞാനിപ്പോ പറയുന്നില്ല. എങ്കിലും അല്ല നമുക്ക് എല്ലാവർക്കും കാണുമ്പോ അജു ഒരു പാവമാണല്ലേ, നല്ല മനുഷ്യനാണ്. ഞാൻ എപ്പോഴും എല്ലാരെയും റേറ്റ് ചെയ്യുന്ന അങ്ങനെ കാണുമ്പോൾ. അജുവിനെ കുറിച്ച് ഇപ്പൊ ലേറ്റസ്റ്റ് ന്യൂസ് പറഞ്ഞാലും കുട്ടികളുടെ അച്ഛൻ എന്നും പറഞ്ഞാണ് പറഞ്ഞത്. കുഞ്ഞുങ്ങളെല്ലാം ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ട് റീസെന്റ് ആയിട്ട് കണ്ടു കേട്ടോ, നന്നായിരുന്നു. എന്റെ മാത്രമല്ല വിനീതിന്റെയും ധ്യാന്റെയും ഉണ്ടായിരുന്നു. പക്ഷെ ആ ഫോട്ടോയില് എല്ലാരും വിചാരിച്ചു അജുവും ബാക്കിൽ കുറെ പിള്ളേരും കൂടെ വന്നപ്പോ അജുവും മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ബാക്കി 4 വേറെ ആയിരുന്നു. അജു ഒരു വലിയ സംഗീത ആസ്വാദകനാണ്. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സീസൺ 1 അതിഥിയും പിന്നെ ആരായിരുന്നു തീർത്ഥയും കൂടെ പാടിയപ്പോഴത്തേക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ട് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് പോസ്റ്റ് ചെയ്തു. ഗംഭീരമായിരുന്നു. അതിഥി ഇതാ നമ്മുടെ അതിഥി. ആ താരം താങ്കളാണല്ലേ? അതിൽ ട്രിപ്പ് ചെയ്തു എത്രയോ നേരം. നിങ്ങൾ രണ്ടുപേരുടെ ആ എന്തൊക്കെയോ അത് കേൾക്കുന്ന ഒരു ശ്രോതാവിന് നിങ്ങളൊരു ഹൈലോട്ട് കൊണ്ടുപോയി. ഗോഡ് ബ്ലെസ് യു. അജു എന്നെ ലൈഫ് ടൈം ഫേവറേറ്റ് സോങ് നിലാവിന്റെ നീലഭസ്മം. അത് പാലക്കാട് പ്രിയദർശിനി തിയേറ്ററിൽ 5ാം ക്ലാസ്സിൽ പഠിക്കും ഞങ്ങളെ കൊണ്ടുപോയി ടൂറിൽ കാണിച്ചതാ. അങ്ങനെ അഗ്നിദേവൻ എന്ന് പറഞ്ഞ സിനിമയിൽ, ആ സിനിമ 94 ഞാൻ കണ്ടത്. ഇന്ന് 2022. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഗാനം ഒരു വ്യക്തിയിൽ ഇത്രയും ഫേവറേറ്റ് ആയിട്ട് എത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് ഞാൻ പോയി നോക്കി ഇതിന്റെ ലിറിസിസ്റ്റ് ആരാ. ആ വർഷത്തെ സംസ്ഥാന അവാർഡ് എനിക്ക് തോന്നുന്നു ഗിരീഷ് സാറിന്. അപ്പൊ അത് ആ 4-5 വയസ്സിൽ ഞാൻ അത് ശ്രദ്ധിക്കണമെങ്കിൽ ആ പാട്ട് ഇന്നും ജീവിതത്തിൽ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗാനമാണ് എനിക്ക്. സോ ചില പാട്ടുകൾ അങ്ങനെ നമ്മളെ പിന്തുടരും. സോ പാടാൻ പറ്റുക അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര. അജു ഏത് വയസ്സിലാണ് ആ പാട്ട് കേട്ടത്? 10 വയസ്സിൽ. അതിനുശേഷം അത് ആർക്കെങ്കിലും പാടി കൊടുത്തിട്ടുണ്ടോ? എത്രയോ സ്ഥലത്ത് പാടി. എത്ര പേർക്കോ? സ്റ്റേജിലല്ലാന്നേ ഉള്ളൂ. അല്ല ആരെങ്കിലും പ്രത്യേകം ഓൾ ടൈം അങ്ങനല്ല, ആരെങ്കിലും പ്രത്യേകം അജുവേട്ടാ ആ പാട്ടൊന്ന് പാടൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് പാടാൻ അറിയാവുന്ന ആർക്കും അറിയില്ലല്ലോ. വിനീത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, സംഗീതത്തിന്റെ സാ മിണ്ടി പോലും സെൻസ് ഇല്ലാത്ത നീ. അത് തെറ്റാ പറഞ്ഞ, ഞാൻ ഇവിടുന്ന് ശ്രദ്ധിച്ചു. കറക്റ്റായിട്ട് താളം ഇടുന്നുണ്ട്. അല്ല അതിനുശേഷം ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊന്ന് കറക്റ്റ്. അല്ല എനിക്ക് തോന്നുന്നത് ഈ പാട്ട് കേട്ടപ്പോഴും അജു താളം ഇട്ടത് നിലാവിന്റെ നീലഭസ്മത്തിനാണ്. ഞാൻ എന്നിട്ട് എഴുതി പഠിച്ച പാട്ടുണ്ട്, എന്നാൽ ചന്ദനമണി സന്ധ്യകൾ. ഇതാണെങ്കിൽ 2001 അങ്ങനെ ഇത് എഴുതി പഠിച്ചു. കാര്യം കിട്ടുന്നില്ലല്ലോ, അപ്പോൾ കാസറ്റിലാണല്ലോ നമുക്കിത് പോസ് ചെയ്ത്. എന്നിട്ടിത് പാടി. അപ്പൊ വേറെ ലിറിക്സായിരിക്കും കിട്ടിയതല്ലേ? അല്ലല്ലോ, കറക്റ്റ് കിട്ടി, പാടി. പിന്നെ നമ്മൾ ചന്ദനമണി സന്ധികളുടെ നടയിൽ നടനം അത് മൊത്തം പഠിച്ചു അന്ന്. കാര്യം അത് ക്ലാസ്സിൽ പോയിട്ട് അന്ന് കാസറ്റ് ഇറങ്ങിയ ദിവസം പടം എനിക്ക് തോന്നുന്നു 2-3 ആഴ്ച 1 മാസം കഴിഞ്ഞിട്ടില്ല ഇറങ്ങുള്ളൂ അന്ന്. അപ്പൊ അതിന് മുന്നേ ഇത് പെൺകുട്ടികളുടെ മുന്നിൽ ഇത്രയും ടഫായിട്ടൊരു പാട്ട് പാടാൻ അറിയാത്ത ഒരാള് സ്കോർ ചെയ്തു അന്ന്. അടിപൊളി. എന്തെങ്കിലും ഓർമ്മയുണ്ടോ അതിന്റെ ഒരു 2 ലൈൻ, ഒരു 4 വരി? ഒന്നും ചേട്ടാ, എന്റെ പൊന്നേട്ടാ എന്നെ എടുത്ത് ഊടുത്ത് കളി. അതും ഇദ്ദേഹത്തിന്റെ അടുത്ത് തൊട്ടടുത്തിരുന്നിട്ട് അങ്ങനെ വേണം മാറ്റിയിരുത്താം.